കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം തടാക ക്ഷേത്രത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഈ ക്ഷേത്രമാണത്രേ. ഈ ക്ഷേത്രത്തിനും ഒരു ഐതിഹ്യമുണ്ട്. മഹാവിഷ്ണു ഭക്തനായ തുളു സന്യാസി വില്യമംഗല സ്വാമിയാർ തപസ് ചെയ്ത സ്ഥലമാണ് ഇത്. നിത്യവും പൂജാകർമ്മങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ബാലൻ ഉണ്ടായിരുന്നു. ആ കുട്ടി എവിടുന്ന് വന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പൂജ ചെയ്യുന്ന സമയത്ത് കുട്ടി കുസൃതി കാട്ടിയപ്പോൾ അദ്ദേഹം കുട്ടീനെ തള്ളിമാറ്റി. ബാലൻ വീണെടുത്തൊരു ഗുഹ പ്രതിഷ്ഠപ്പെട്ടു. ആ ബാലൻ അവിടുന്ന് അപ്രത്യക്ഷനായി. എന്നെ ഇനി കാണണമെങ്കിൽ അനന്തൻകാട്ട് വരണമെന്ന് അശരീരിയും കേട്ടു. തന്റെ കൂടെ നിന്ന കുട്ടി ഭഗവാൻ എന്ന് മനസ്സിലാക്കിയ സ്വാമിയാർ ഗുഹയിൽ കടക്കുകയും കുട്ടീന്റെ പുറകെ പോവുകയും ചെയ്തു. ദിവസങ്ങൾക്ക് യാത്രയ്ക്ക് ശേഷം ഗുഹയ്ക്ക് പുറത്തെത്തിയ സ്വാമിയാർ അവിടുന്ന് ബാലനെ കാണുകയും പെട്ടെന്ന് ബാലൻ ഇല്ലിപ്പം മരത്തിൽ ലയിക്കുകയും ആ മരം നിലംപൊത്തി വീണ് അനന്ത എന്ന സർപ്പത്തിന് മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന്റെ രൂപം പ്രാപിക്കുകയും ചെയ്തു. കുട്ടി വീണ സമയത്ത് പ്രത്യക്ഷപ്പെട്ട ഗുഹ ഇതാണത്രേ. ഇന്നത്തെ തിരുവനന്തപുരം ജില്ല വരെ ഈ ഗുഹ നീണ്ടു കിടക്കുന്നു പറയപ്പെടുന്നു. ഈ മരം വീണടുത്താണ് അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നെന്ന് പറയപ്പെടുന്നു. തിരിച്ചു വന്നപ്പോൾ താൻ തപസ് ചെയ്ത സ്ഥലത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചു. സ്വാമിയാർ തപസ് ചെയ്ത സ്ഥലത്ത് അനന്തൻകാട് എന്ന് വിളിക്കുന്നു. ഇതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മീനൂട്ട്. ഈ അമ്പലത്തെ ഭക്തരൊക്കെ ആകർഷിക്കാൻ മറ്റു പ്രത്യേകതയും കൂടി ഉണ്ട്. ഭാവ്യ എന്താണെന്നല്ലേ? ഭാവി ഒരു മുതലയാണ്. ഈ മുതല ഒരു വെജിറ്റേറിയൻ മുതലയാണ്. നൂറ്റാണ്ടുകളായി ഈ മുതല ഈ തടാകത്തിൽ ജീവിക്കുന്നു. ഭാവിയേക്കും ഒരു കഥയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ബ്രിട്ടീഷുകാരൻ ഈ അമ്പലത്തെ കുറിച്ച് അറിയുകയും ഈ അമ്പലത്തിൽ വരികയും ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ ഭാവിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. താമസിക്കാതെ ആ പട്ടാളക്കാരെ പാമ്പുകടിയേറ്റ് മരിക്കുകയും തൊട്ട അടുത്ത ദിവസം തന്നെ ആ തടാകത്തിൽ വേറെ മുതല പ്രത്യക്ഷപ്പെട്ടു. നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന ഭവ്യ 2022 ഒക്ടോബറിൽ മരിച്ചു. ഇപ്പോൾ ആ കുളത്തിൽ മറ്റൊരു മുതലാണുള്ളത്. അതിന്റെ പേരും ഭവ്യ എന്നാണ് പേര്. അമ്പലത്തിലെ നിവേദ്യ ചോറാണ് ഭവ്യയുടെ ആകാരം. മുതലേക്ക് നിവേദ്യം വഴിപാടായി സമർപ്പിക്കാറുണ്ട്. ഭഗവാന്റെ കാവൽക്കാരനായിട്ടാണ് ഈ മുതലിനെ ഭക്തർ കാണുന്നത്. സാധാരണ ഉച്ച സമയത്ത് ഭവ്യ വെള്ളത്തിന്റെ മുകളിൽ വരേണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. ഞങ്ങൾ അന്നദാനം കഴിക്കാൻ പോയി. ഇവിടെ അന്നദാനം കഴിക്കുന്നിടത്ത് ഡെസ്കിലിരുന്നും കഴിക്കാം, അല്ലെങ്കിൽ നിലത്തിരുന്നും കഴിക്കാം. രണ്ട് രീതിയിൽ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഞാനിവിടെ ഇനിയും വരും. എനിക്ക് ഭവ്യനെ കാണാൻ പറ്റില്ല. എനിക്ക് എന്തായാലും കാണാം. അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ എന്തായാലും കാണും. സീ യു അഗൈൻ.